നമസ്കാരം. നാം എല്ലാവരും നമ്മുടെ കേരളത്തെക്കുറിച്ച് വളരെയേറെ വീമ്പിളക്കാറുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാതാണ്. അതൊന്നും യാതൊരു കഴമ്പും കാര്യമുള്ള വാക്കൊന്നുമല്ല കേട്ടോ. 4-5 അക്ഷരം പഠിക്കുന്നത് കൊണ്ട് മനുഷ്യനങ്ങ് മനുഷ്യനാവുന്നൊന്നുമില്ല. മനുഷ്യർക്ക് വേണ്ടത്, മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രബുദ്ധരാക്കുന്നത് യഥാർത്ഥത്തിലെന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അതില്ലാത്ത മനുഷ്യനല്ലല്ലോ. ഇനി എത്ര വിദ്യ ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര അഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇന്നലെ കൊല്ലം തിരുമുല്ലവാരം അഞ്ചുകല്ലുമൂട്ടിലുള്ള AM ബഷീർ എന്ന അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ, കേരള മുസ്ലിം ലീഗിൻ്റെ ഒരു സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം ഏതോ ഒരു ലഹരി വിമുക്ത പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇന്നലെ വീട്ടിലേക്ക് വരുന്ന വഴി ബീച്ച് റോഡിൽ വെച്ച് അദ്ദേഹം വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് 12:55 ആ സമയത്ത് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകാനായിട്ട് സ്കൂട്ടറിൽ കയറി പോവുകയായിരുന്നു. അപ്പോൾ പുറകിൽ ചിന്നക്കടയിൽ നിന്ന് വന്ന ഏതോ ഒരു പ്രൈവറ്റ് ബസ് ആ വണ്ടിയിലിടിച്ച് അദ്ദേഹം മറിഞ്ഞു വീഴുന്നു. ബസ്സിൻ്റെ പിൻചക്രം അദ്ദേഹത്തിൻ്റെ ഇടത് കാലിൽ കൂടി കയറി ഇറങ്ങുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും അറിയാം, റോഡിൽ വീണ് കിടന്ന് രക്തം വാർന്നൊലിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇത് കണ്ടു. ആൾക്കാരെല്ലാം അവിടെ തടിച്ചു കൂടി നിൽക്കുകയാണ്. കാരണം ഇത് ഏതോ കാഴ്ച ബംഗ്ലാവിൽ ഏതോ കാഴ്ച കാണുന്ന പോലെ ആൾക്കാർ ഇതങ്ങോട്ട് നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ്. ഒരു മനുഷ്യൻ രക്തം വാർന്നൊലിച്ച് ഈ റോഡിൽ ഇങ്ങനെ കിടക്കുന്നത്. ഏകദേശം 20 മിനിറ്റോളം ആൾക്കാർ ആ കാഴ്ച കണ്ട് അവിടെ നിന്ന് രസിച്ചു എന്നുള്ളതാണ് പരമമായിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു സത്യം. അപ്പോൾ ഏതാണ്ട് ജർമ്മൻ ഭാഷ പഠിക്കാനായിട്ട് പോയിട്ട് വന്ന 2 കുട്ടികളാണ് ഈ കാഴ്ച കാണുന്നത്. അപ്പോൾ ഈ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കുക, ഈ കുട്ടികളാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആദ്യമായിട്ട് ഓടിച്ചെല്ലുന്നത്. അപ്പോൾ ഈ കുട്ടി പിടിച്ച് പൊക്കാൻ നോക്കുന്നു. അപ്പം അദ്ദേഹത്തിന് വെയിറ്റുള്ള ആളാണ്, അറിയാം. അദ്ദേഹത്തിന് 76 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. അത്യാവശ്യം ശരീരവും കാര്യമൊക്കെ ഉണ്ട്. ഫോട്ടോയിൽ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ കുട്ടികൾ പിടിച്ച് പൊക്കിയിട്ട് അദ്ദേഹം പൊങ്ങുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന, എന്നിട്ട് പോലും ഒരു മനുഷ്യൻ കുട്ടികളെ സഹായിക്കാൻ പോലും അങ്ങോട്ട് ചെല്ലുന്നില്ല. അതാണ് അതിലൊക്കെ കഷ്ടം. അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ രക്തം ഒലിച്ച് ചോര വാർന്ന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ നോക്കണമെന്ന് ഒരു മനുഷ്യന് പോലും വിചാരമില്ല. അതാണ് മഹാകഷ്ടം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടുത്തെ ഏതൊരു പൊതുപ്രവർത്തകൻ അതിലെ വന്നു. വാസുജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം കാറിൽ വരികയായിരുന്നു. അദ്ദേഹം സംഭവം കണ്ടുകൊണ്ട് എന്തായാലും ഓടിച്ചെന്നു. കുട്ടികളും ഇദ്ദേഹം കൂടെ ചേർന്ന് എല്ലാവരും കൂടെ പൊക്കി എടുത്താണ് അദ്ദേഹത്തെ ഈ കാറിലേക്ക് കയറ്റുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം വന്ന് കാറിലേക്ക് കയറ്റാനായിട്ട് നോക്കിയപ്പോൾ ഇത്രയും നേരം കാഴ്ച കണ്ടുകൊണ്ട് നിന്ന കാഴ്ചക്കാരൊക്കെ ആരിലൊക്കെയോ വന്ന് ഇദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക്, ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരുന്നു. കാരണം 20 മിനിറ്റിൽ തോനെ ആ റോഡിൽ കിടന്ന് രക്തം മൊത്തം വാർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് രക്ഷയില്ല, അദ്ദേഹം മരിച്ചു. അപ്പോൾ അത്രയും കണ്ടു നിന്ന ആൾക്കാർ കുറച്ചുകൂടി അവരിലെ മനുഷ്യത്വം ഉണർന്ന് അവർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് അദ്ദേഹത്തെ കുറച്ചുകൂടി മുമ്പേ ആശുപത്രിയിൽ കൊണ്ടുചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിൽ നമ്മോടൊപ്പം കണ്ടേനെ. നമുക്ക് ആർക്കും എവിടെ വെച്ചും ഏത് സമയവും ഇങ്ങനെയൊക്കെയുള്ള ആപത്തുകൾ ഉണ്ടാവാം. നമ്മളെ ആരെങ്കിലുമൊക്കെ ഇതേപോലെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, സാക്ഷര കേരളമോ പ്രബുദ്ധ കേരളമോ ഒന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കഴമ്പുമില്ല. മനുഷ്യർക്ക് മനുഷ്യത്വമാണ് വേണ്ടത്. മനുഷ്യത്വം ഉണ്ടെങ്കിലേ മനുഷ്യൻ മനുഷ്യനാകുന്നുള്ളൂ.